പോവുകയാണ്. അന്തരിച്ച CPI നേതാവ് പി രാജുവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാവും സംസ്കാരം. മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കാൻ കുടുംബം അനുവദിച്ചിരുന്നില്ല. CPIയിൽ നിന്ന് രാജുവിന് നീതി കിട്ടിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ രാജുവിനെ വ്യക്തിഹത്യ നടത്തിയെന്ന വിമർശനവുമായി K. ഇസ്മായിലും രംഗത്ത് വന്നിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. പി രാജുവിന്റെ ഒരു അവസാന സമയത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകന്നാണ് നിന്നിരുന്നത്. അതിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തെ പാർട്ടി വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നൊരു പരാതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മരണശേഷം സാധാരണ രീതിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയാണ് പതിവ്. പക്ഷെ ഇപ്പോൾ കുടുംബം എടുക്കുന്ന നിലപാട് എന്താണ് ഡാനി? സുജ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് പി രാജുവിൻ്റെ നിര്യാണം ഉണ്ടാവുന്നത്. ഇതിനുശേഷം ഇന്നത്തേക്കാണ് പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും എല്ലാം തന്നെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം ഇവിടെ കൊച്ചിയിലെ ഇപ്പോഴുള്ള ആശുപത്രി, സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ നിന്ന് വിലാപയാത്ര ഇവിടേക്ക് കൊണ്ടുപോകും. മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുടുംബം സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത്. ഈ പൊതുദർശനം ചടങ്ങുകൾ അതെല്ലാം തന്നെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ കുടുംബം കൃത്യമായി ഈ വിഷയത്തിൽ ഒരു വലിയ നിലപാടെടുത്തിരിക്കുന്നു എന്നതാണ്. അത് ഇത്ര കാലം പാർട്ടിയുടെ ഏറ്റവും ജില്ലയിലെ തന്നെ CPIയുടെ എടുത്തു പറയുന്ന പേര് പി രാജുവിൻ്റേതായിരുന്നു. 91 മുതൽ 2001 വരെ പറവൂർ നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. 7 വർഷക്കാലം 2015 മുതൽ ഇങ്ങോട്ട് 22 വരെ 7 വർഷക്കാലം CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ. അത് അങ്ങനെയുള്ള ഒരാളുടെ നിര്യാണത്തിൽ കുടുംബം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇതിൽ ഔദ്യോഗികമായി യാതൊരു രീതിയിലുള്ള പാർട്ടി യാത്രയപ്പ് കാര്യങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് പാർട്ടി നൽകേണ്ടതില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പതാക പുതപ്പിക്കണമെങ്കിൽ പോലും അത് താലൂക്ക് തലത്തിലുള്ള നേതാക്കൾ ആരെങ്കിലും അല്പസമയത്തേക്ക് അദ്ദേഹത്തെ പുതപ്പിച്ചത് മാറ്റാം എന്ന ആ രീതിയിലേക്ക് കടുത്ത നിലപാടുമായി കുടുംബം വന്നിരിക്കുന്നു എന്നതാണ്. അതിന് പ്രധാനമായി അവർ കാണുന്നത് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പാർട്ടിക്കകത്ത് തന്നെയും ഒരു അഴിമതി, ഈ സംഭവങ്ങൾ എന്താ എന്ന് സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ടൊരു 3 അംഗ സമിതി അടക്കം നിയോഗിച്ചിരുന്നു. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും അദ്ദേഹത്തെ ജില്ലാ തലത്തിൽ നിന്നടക്കം ഈ പുറത്താക്കുകയും എല്ലാം തന്നെ ചെയ്ത് തരം താഴ്ത്തുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷെ പിന്നീട് ഇത് സംബന്ധിയായ ഒരു കൺട്രോൾ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് വരികയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീണ്ടുമുള്ള ഒരു കടന്നുവരവ് ജില്ലാ ഘടകത്തിലായാലും സംസ്ഥാന തലത്തിലേക്കായാലുമുള്ള അദ്ദേഹത്തിൻ്റെ വരവ് ജില്ലാ ഘടകത്തിലെയും സംസ്ഥാന ഭാരവാഹികൾ തന്നെ ഒരു വിഭാഗവും പ്രതിരോധിച്ചിരുന്നു എന്നതാണ്. അതിൽ അദ്ദേഹത്തിന് കടുത്ത മാനസിക വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇക്കാലം അത്രയും ജില്ലയിലെല്ലാം പാർട്ടിയുടെ മുഖമായിരുന്ന ഒരാളെയാണ് ഇത്ര കണ്ട് അവഗണിച്ച് അദ്ദേഹത്തിന് കടുത്ത മാനസിക പ്രയാസങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉൾക്കൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു ആദരവ് ഈ അവസാന നാളുകളിൽ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിരുന്ന കുറേയധികം പേർ അവരുടെ ഒരു ആദരവിലേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് കുടുംബം തീരുമാനിക്കുന്നു. അവരത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ K. ഇസ്മായിലിനെ പോലെ മുതിർന്നൊരു നേതാവ് തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പി രാജുവിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ ഒരു വിഭാഗം പേർ ബോധപൂർവം ശ്രമിച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തുറന്നെഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയായൊരു നടപടിയേ ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഈ CPIക്കകത്ത് തന്നെയും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു ചേരിതിരിവ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം പാർട്ടി നടപടി ശരിയായിരുന്നു. ഇത്ര സീനിയറായ ഒരു നേതാവിനെ ഇങ്ങനെ ഒരു ആരോപണങ്ങളുടെ പേരിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് അതിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് കണ്ടെത്തുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് ഈ സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവന്നില്ല, വീണ്ടും അദ്ദേഹത്തിന് സ്വാഗതം നൽകിയില്ല പാർട്ടി എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം അദ്ദേഹത്തിൻ്റെ ഈ അവസാന നാളിലുള്ള ആ വേദന അദ്ദേഹം പങ്കുവച്ചിരുന്നു. പാർട്ടിയിലെ അടുത്ത ആളുകളോടും അതും കുടുംബാംഗങ്ങളോടും അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതുൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, പറവൂരിലൊരു വലിയ വിഭാഗം പ്രവർത്തകർ, വലിയ സ്വാധീനം പറവൂർ മേഖല അദ്ദേഹത്തിനുണ്ട്. അവിടെയുള്ളൊരു പ്രവർത്തകരിലും ഈ ഒരു പ്രതിഷേധം വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. കാരണം ഇത് പാർട്ടി അദ്ദേഹത്തോട് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പ്രവർത്തകരും അവിടെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം പറയുന്നു അങ്ങനെ പാർട്ടിയുടെ ഒരു ആദരവ് അദ്ദേഹത്തിന് നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നു. പാർട്ടി ആസ്ഥാനങ്ങളിൽ ജില്ലയിൽ
ജില്ലയിലെയും അതോടൊപ്പം തന്നെ പറവൂരിലെയും ആ സ്ഥലങ്ങളിലൊന്നും പൊതുദർശനം വേണ്ട എന്ന നിലപാടിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം വരുന്നത്. ഇവിടെ നിന്ന് 8 മണിക്ക് ശേഷം വിലാപയാത്രയായി പറവൂർ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ 3 മണി വരെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വീട്ടുവളപ്പിൽ, കടാമംഗലത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെയെല്ലാം തന്നെ മുതിർന്ന നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തും എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ആ സമയത്ത് അവരൊരു പ്രതികരണവും കാര്യങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലൊരു പ്രതികരണത്തിന് മറ്റുള്ളവർ തയ്യാറായിട്ടില്ല. ഇനി അതുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും കുടുംബാംഗങ്ങൾ പരസ്യമായിട്ട് തന്നെ എതിർപ്പ് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.